ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതും ഇഡ്ലി തട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 4 ഒരു മീഡിയം സൈസായിട്ടുള്ള ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് ഈ ഒരു മിക്സി ജാറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് ഒത്തിരി അങ്ങ് കളറ് കറുത്തിട്ട് ഒത്തിരി ബ്രൗൺ കളറല്ല. ഇപ്പോൾ ചില ബ്രെഡുകൾക്കൊക്കെ ഭയങ്കര ബ്രൗൺ കളറായിരിക്കും ആ ഒരു ക്രസ്റ്റിന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് മുറിച്ച് മാറ്റാം. ഞാനിന്നിവിടെ മുറിച്ച് മാറ്റുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയിലൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ കണ്ടോ, ബ്രെഡ് ക്രംസ് ഒക്കെ കിട്ടുന്നത് പോലെ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു ബൗളിനകത്തോട്ട് മാറ്റണം. ഇതൊരു മിക്സിംഗ് ബൗളാണ്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 കപ്പോളം ഉള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ്, വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പോളം ഉള്ള തൈര്. അപ്പോൾ അത് പുളിക്കനുസരിച്ച് നമുക്ക് തൈര് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തൈരിന് വലിയ പുളി ഇല്ലാത്തത് കൊണ്ടാണ് 3/4 കപ്പ് ചേർത്തത്. ഇനിയിപ്പോൾ പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. കാരണം ഈ ബ്രെഡിനകത്ത് ചെറുതായിട്ടൊരു ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു അതറിയാതെ നമ്മൾ ഒത്തിരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി ഉപ്പ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ആദ്യം ഇടാം, പിന്നെ വേണം എന്നുണ്ടെങ്കിൽ അവസാനം ഇടാം. അപ്പോൾ ഞാൻ ഈ തൈരൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ആവശ്യത്തിനൊന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി കൂടുതൽ വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കതൊരു സെമി വെള്ളം ഉള്ള രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ഒത്തിരി അങ്ങ് വെള്ളം പോലെ എടുത്തിട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ അല്പം വെള്ളം ഇതിൻ്റെ മേലെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഇതുപോലെ ഒന്ന് ഇളക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ആകത്തക്ക രീതിയിലൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഒഴിച്ച വെള്ളം അല്പം മാത്രമേ ഇങ്ങനെ പുറത്ത് നിൽപ്പുള്ളൂ, ബാക്കിയെല്ലാം ഈ ഒരു റവ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ ഒഴിച്ച പോലെയല്ല, റവയും ബ്രെഡും ഒക്കെ നന്നായിട്ട് തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ട്, നന്നായിട്ട് കുതിർത്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു മിക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. കടുകിന് പകരം നിങ്ങൾക്ക് വേറെ ജീരകം ചേർത്ത് കൊടുക്കാം, കടുക് വേണമെന്നില്ല. ഇപ്പോൾ ഞാനൊരു 2 നുള്ളോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു പച്ചമുളക് എന്നുള്ളത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഒരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പച്ചമുളക് ചേർത്തത്. ഇനി ഈ ഒരു മസാല തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയത് നേരിട്ട് ഇഡ്ലി തട്ടിൽ കോരി ഒഴിച്ചെന്നാൽ നമുക്ക് ബ്രെഡ് ഇഡ്ലി റെഡിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ബീൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഇഡ്ലിക്കകത്ത്. അപ്പോൾ ഈ ഒരു ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ആ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും ഒരു നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി ചേർക്കാതിരിക്കുക. മുളക് പൊടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കുത്തായിരിക്കും, ഇതിന് ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈ ഒരു വെജിറ്റബിൾ മസാല ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിനി ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ബ്രെഡൊക്കെ
ഒന്ന് കുതിർത്ത് വെച്ചതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ വേണ്ട, ഒരു 2-3 നുള്ള് മാത്രം മതിയാവും. അപ്പോൾ ഇത് എന്തിനാ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇനി ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈനോ സോൾട്ട് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അതും നമുക്ക് അല്പം 1-2 നുള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നത് കണ്ടോ, നമ്മളത് ആ ഒരു ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ടാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു മസാല കൂട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പ് മനഃപൂർവ്വം ഈ ക്യാരറ്റിനകത്ത് ചേർക്കാഞ്ഞതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഇഡ്ലി മാവ് കോരി ഒഴിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലോട്ട് നമുക്കിതൊന്ന് കൊണ്ടുവരണം. ഇതാ കണ്ടോ, നമ്മുടെ നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഒത്തിരി ഇങ്ങനെ ഒത്തിരി വെള്ളം പോലെയല്ല ഇരിക്കേണ്ടത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പം ഇനി ഇതൊന്നുമില്ല, നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കാം, പക്ഷെ അത്രയും സമയം നമുക്കിതിന് വേണ്ട. അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ അല്പം എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു മാവ് കോരി ഒഴിക്കാം. ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ഇഡ്ഡലി തട്ടിൻ്റെ ഒക്കെ കുഴിയൊക്കെ വളരെ കുഞ്ഞിതാണ്, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഒന്നും ഒഴിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ഒക്കെ തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ ചെമ്പിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ, അത്രയും വേണ്ടി വരില്ല, അതിനുള്ളിൽ തന്നെ നമുക്ക് ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറട്ടെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്നൊക്കെ ഒരു മടിയുള്ളൊരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും നമുക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഇന്ന കറിയെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ചട്നിയുടെ കൂടെ അങ്ങനെയും നമുക്ക് കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിന്നിപ്പോൾ ഇവിടെ മീനിൻ്റെ ഇച്ചിരി ചാറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഡിന്നറായിട്ടാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല, നമ്മളിന്ന് ഡിന്നറായിട്ടത് കഴിച്ചത്. അപ്പോൾ ഇതിനൊപ്പം കുറച്ച് മീൻചാറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ മീൻചാറൊക്കെ കൂട്ടി അവർക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് അവർ കഴിച്ചത്. പിന്നെ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.